അച്ചു നീ ഇതെവിടെ പോണേ? ഞാൻ കട വരെ നിന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇത് രാത്രി എന്തായിരുന്നു പ്രശ്നം? ഭാര്യയുടെയും ഭർത്താവിന്റെ വെച്ചേ ദേ ഇവിടെ കേക്കായിരുന്നു. ഇന്നലെ എന്തായിരുന്നു? അതൊന്നുമല്ലേടി, എന്റെ അമ്മാവിന്റെ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവള് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോവാന്ന്. ഞാനത് പുള്ളിനോട് പറഞ്ഞു. ഇപ്പൊ പുള്ളിക്ക് പറഞ്ഞ മാസമാസമാണ്, ടൈറ്റ് ആണ്, പൈസ ഇല്ല എന്നൊക്കെയാ പറയണത്. അതും പറഞ്ഞ 2-3 ഒച്ചപ്പാടും ബഹളം കൊടുത്തത്. പുള്ളിയുടെ വീട്ടുകാരോടൊപ്പം കഴിഞ്ഞ മാസം പോയതല്ലേ ഞാൻ ട്രിപ്പ്. എന്റെ വീട്ടുകാരോടൊപ്പം അയാൾക്ക് വരാൻ പറ്റൂല. ഒരു സാധനം. എന്റെ അച്ചു നീ ഇതെന്തൊക്കെയാണ് പറയണത്? നീ ഇപ്പൊ നിന്റെ ഭാഗത്ത് നിന്നല്ലേ ചിന്തിച്ചത്? നീ നിന്നെ കെട്ടിയവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാ? നിന്റെ ചേട്ടനും നിന്റെ ചേട്ടനും ഒരൊറ്റ കമ്പനി തന്നെയല്ലേ വർക്ക് ചെയ്യണത്. ഈ മാസം അവരുടെ ടാർഗറ്റ് ആയിട്ടില്ല, അതിന്റെ ടെൻഷനിലാണ് ഇവരൊക്കെ. ചേട്ടന്റെ രാത്രി 12 മണിക്കൊക്കെയാണ് ഇപ്പൊ കിടന്നുറങ്ങണത്. ഓരോ ചിന്തകളും എത്ര ഫോൺ കോളൊക്കെയാണ് വിളിക്കണേന്നറിയോ? ആകെ ടെൻഷനിലാണ് ചേട്ടൻ. അതേ അവസ്ഥ തന്നെ ആയിരിക്കൂലേ ഇപ്പൊ നിന്റെ ചേട്ടന്റെ അവസ്ഥ. നിന്റെ ഈ പറച്ചിലേട്ട് കഴിഞ്ഞാല് നിന്നൊന്നും കൊണ്ടുപോവാത്ത പോലെയാണല്ല. നിന്റെ ചേട്ടൻ നിന്നെ പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോവാറില്ലേ? ഈ മാസം അവരിത്തിരി തിരക്കിലാണ്. പിന്നെ അതുമല്ല, കമ്പനി ഈ മാസം ശമ്പളം കൊടുത്തിട്ടൂല. എന്ന് വെച്ചാല് അവരുടെ ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലല്ലോ, അത് ചെയ്യാതെ കൊടുക്കൂല. അപ്പൊ ഇതിരി ടൈറ്റ് ഒക്കെ ആയിരിക്കുള്ളൂ. അവരുടെ അവസ്ഥയും കൂടി നമ്മൊന്ന് മനസ്സിലാക്കണ്ടേ? നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. വേണ്ടായിരുന്നു, എന്തോരം ഒച്ചപ്പാട് ഞാൻ എടുത്തത്. ഇനി എന്ത് ചെയ്യും ഞാൻ? ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? പറ്റിയത് പറ്റി. ഇനി ഇതേപോലത്തേക്ക് ഒരവസ്ഥ വരുമ്പോഴേ നീ നിന്റെ ഭാഗം മാത്രം ചിന്തിക്കാതെ നീ നിന്റെ ചേട്ടന്റെ ഭാഗത്തും കൂടി നിന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ ഓരോ പ്രശ്നമൊന്നും വരൂല. ഇപ്പൊ ഞാൻ അങ്ങനെയാണ്. ഞാൻ എന്റെ ഭാഗം മാത്രമല്ല, ചേട്ടന്റെ ഭാഗത്തും കൂടി നിന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലിപ്പ അങ്ങനെ പ്രശ്നങ്ങളൊന്നും നടക്കാറില്ല. ഇപ്പൊ എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായിടി. ഇനി എന്തുണ്ടായാലും ചേട്ടന്റെ ഭാഗം കൂടി ചിന്തിച്ചിട്ട് ഞാൻ എന്തും ചെയ്യുള്ളൂ. അത് മതി. അപ്പൊ കുടുംബത്ത് എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവും. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് എന്നും ബഹളവും ഒച്ചപ്പാടും, പിന്നെ അവസാനം ഡിവോഴ്സിലെത്തും. നിന്നെ ഞാൻ എന്റെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് കണ്ടേക്കണത്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതൊക്കെ പറഞ്ഞത് കേട്ടാ. അതെനിക്കറിയാല. എങ്കിലും ചെല്ലട്ടെ. ശരിയെന്നാ.